ഹലോ ഗൈസ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന വിനീ ജൂനിയറുടെ കോൺട്രാക്ട് സിറ്റുവേഷനെ പറ്റിയിട്ടാണ്. വിനീഷ്യസ് ജൂനിയറിന്റെ കോൺട്രാക്ട് 2027 സമ്മറിൽ എക്സ്പയർ ആവുകയാണ്. ക്ലബ്ബ് സോഴ്സസ് പറയുന്നത് അത് ASM മാർക്കൊക്കെ റിപ്പോർട്ട് ചെയ്തു എന്നുള്ളതാണ് കേട്ടോ. ക്ലബിൽ നിന്ന് ഒഫീഷ്യലി ഇങ്ങനെ ഒരു ഡിസ്കഷൻ ഉണ്ടായി. അതായത് ക്ലബ്ബ് സോഴ്സസ് പറയുന്നത് വിനീഷ്യസും അദ്ദേഹത്തിന്റെ ടീമും ഒരു 30 മില്യൺ ആനുവൽ സാലറി, അതായത് എംബാപ്പയ്ക്ക് കൊടുക്കുന്ന അതേ ഒരു സാലറി വിനീഷ്യസിന് വേണമെന്ന് ഡിമാൻഡ് ചെയ്തു എന്ന് പറയും. മറ്റ് ചില സോഴ്സുകൾ പറയുന്നത് 5 മില്യൺ പെർ ഇയറിന്റെ ഒരു ആനുവൽ റേസ് വിനീഷ്യസും ടീമും ചോദിച്ചു എന്നുള്ള രീതിയിലാണ്. വിനീഷ്യസിന് ഈ ഒരു സിറ്റുവേഷനിൽ ഇത്രയും വലിയൊരു കോൺട്രാക്ട് ഓഫർ ചെയ്യാൻ വേണ്ടി റയൽ മാഡ്രിഡിന്റെ ബോർഡ് റെഡിയായില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം, ലാസ്റ്റ് സീസണിൽ അദ്ദേഹത്തിന്റെ പെർഫോമൻസ് അദ്ദേഹത്തിന്റെ ഒരു സ്റ്റാൻഡേർഡ് വെച്ചിട്ട് വളരെ മോശമായി. അപ്പൊ ഈ പെർഫോമൻസ് ഇംപ്രൂവ് ചെയ്താൽ മാത്രമേ ഈ ഒരു സാലറി റൈസ് ഓഫർ ചെയ്യാൻ റെഡി ആയിട്ടുള്ളൂ എന്നാണ് റയൽ മാഡ്രിഡ് ബോർഡ് പറയുന്നത്. ഇവിടെ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, അപ്പൊ ഇതുകൊണ്ട് തന്നെ ഈ ഒരു കോൺട്രാക്ട് സിറ്റുവേഷൻ 2026 മാത്രമേ സോർട്ട് ഔട്ട് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. പക്ഷേ മറ്റ് ക്ലബുകൾ ഈ ഒരു കാര്യത്തിൽ എന്താ പറയാ വളരെ ഇൻട്രസ്റ്റഡ് ആണ്. എല്ലാവരും ഇത് നോക്കിയിരിക്കുകയാണ്. ഇവർ സൗദിയിൽ നിന്നൊക്കെ ഒരുപാട് ലുക്രേറ്റീവ് ഓഫേഴ്സ് വിനി ജൂനിയറിന്റെ ക്യാമ്പിലേക്ക് വന്നു കഴിഞ്ഞു. ഇവിടെ ഫ്ലോറന്റീനോ പെരസിന്റെ കാര്യം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം, ഒരുപാട് പ്ലേയേഴ്സ് ഇങ്ങനെ ഫ്ലോറന്റീനോയുടെ നേരെ വലിയ കോൺട്രാക്ട് ആസ്പിറേഷൻസുമായിട്ട് പോയിട്ടുണ്ട്. പക്ഷെ അവരൊക്കെ ഫ്ലോറന്റീനോ റിജക്ട് ചെയ്തിട്ടുണ്ട്. ഇവൻ സാക്ഷാൽ ക്രിസ്ത്യാനോ റൊണാൾഡോ, സെർജിയോ റാമോസ്, ഇവരൊക്കെ ഈ ഒരു കോൺട്രാക്ട് ടോക്സിന്റെ പേരിൽ റയൽ മാഡ്രിഡ് വിടേണ്ടി വന്ന ആളുകളാണ്. പക്ഷെ പെരസിന്റെ കേസിൽ നമുക്കറിയാം, പെരസ് ഒരു ഹ്യൂജ് വിനീഷ്യസ് സപ്പോർട്ടറാണ്. റേസിസത്തിനെതിരെയൊക്കെയുള്ള വിനീഷ്യസിന്റെ ഒരു ഫൈറ്റിനെ നല്ല രീതിയിൽ ബാക്ക് ചെയ്തിട്ടുള്ള ഒരു പ്രസിഡന്റ് ആണ്. അപ്പോൾ ഇവൻ വിനീഷ്യസിനെതിരെ ക്രിറ്റിസിസം ഉണ്ടായ സമയത്തൊക്കെ വിനീഷ്യസിനെ ബാക്ക് ചെയ്തിട്ടുള്ളത് ഫ്ലോറന്റീനോ പെരസാണ്. മാത്രമല്ല, നമുക്കറിയാം കഴിഞ്ഞ വർഷം ഉണ്ടായ ഒരു വാലന്റിയോർ ഇഷ്യൂവിലൊക്കെ പെരസിന്റെ ഭാഗത്ത് നിന്ന് ഒരു ശക്തമായ സപ്പോർട്ടാണ് വിനീഷ്യസിന്റെ അടുത്തുണ്ടായത്. പക്ഷെ അപ്പോഴും ഈ വിനീഷ്യസിന് ഇത്രയും വലിയൊരു സാലറി കൊടുക്കുന്ന ക്ലബ് പ്രസിഡന്റ് എന്താ ഒരു പുനർവിചിന്തനം നടത്തിക്കൊണ്ടിരിക്കുകയാണ് എന്നാണ് റിപ്പോർട്ട്സ് പറയുന്നത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, വിനീഷ്യസിന് ഇത്രയും വലിയൊരു സാലറി ഓഫർ ചെയ്ത് കഴിഞ്ഞാൽ വിനീഷ്യസ് ഇത് ഡിസർവ് ചെയ്യുന്നുണ്ട് എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം നമുക്കറിയാം, ഫുട്ബോൾ പ്ലേയേഴ്സ് ആണ്, അവരുടെ ഒരു പ്രൈം എന്ന് പറഞ്ഞാൽ ചെറിയൊരു പീരീഡ് മാത്രമേ ഉള്ളൂ. അപ്പോൾ അവരുടെ ഏണിംഗ് പൊട്ടൻഷ്യൽ ആ ഒരു പീരീഡില് മാത്രമേ ഉള്ളൂ. അത് കഴിഞ്ഞാൽ ഇപ്പൊ എന്താ പറയാ, ഒരു 70-80 വയസ്സുണ്ടാകുമ്പോൾ ഒരു ഏൺ ചെയ്യാൻ പറ്റുന്ന ഒരു സിറ്റുവേഷൻ അല്ല ഫുട്ബോൾ പ്ലേയേഴ്സിന്റെ. പക്ഷെ അപ്പോഴും ഈ ക്ലബിന്റെ വേജ് സ്ട്രക്ചർ കംപ്ലീറ്റ്ലി പ്രോബ്ലമാറ്റിക് ആവാൻ വേണ്ടി ചാൻസ്. നമുക്കറിയാം, വിനീഷ്യസിന് നിങ്ങൾ എംബാപ്പയുടെ വേജ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒബ്വിയസ്ലി ജൂഡ് ബെല്ലിംഗാമിന് ആ വേജ് കൊടുക്കേണ്ടി വരും. കാരണം നമുക്കറിയാം, ജൂഡ് ബെല്ലിംഗാം ടീമിന്റെ ഒരു കോർ ഇന്റഗ്രൽ പീസ് ആണ്. മാത്രമല്ല പുള്ളി ഒരു ഗ്ലോബൽ ഐക്കണാണ്. ഇവൻ വിനീഷ്യസിനെക്കാളും മാർക്കറ്റബിലിറ്റി ഉള്ള ഒരു പ്ലെയറാണ്. ഇവൻ നെക്സ്റ്റ് ഫിഫയുടെ പോലും കവറിൽ വരുന്ന പ്ലെയറാണ്. അപ്പോൾ ആ ഒരു ആസ്പെക്ട് അവിടെ ഉണ്ട്. മാത്രമല്ല, ഫെഡെ വാൽവറുടെ ക്ലബിന്റെ ഫ്യൂച്ചർ ക്യാപ്റ്റൻ എന്നുള്ള രീതിയിൽ വാൽവറുടേക്കും ഒബ്വിയസ്ലി ഒരു സാലറി റൈസ് കൊടുക്കേണ്ടി വരും. നമുക്കറിയാം, സെർജിയോ റാമോസ് ഒക്കെ റയലിന്റെ ക്യാപ്റ്റനായി ഇരുന്ന കാലത്ത് അതുകൊണ്ട് എനിക്ക് തോന്നുന്നു 300K 312K ഒക്കെ സെർജിയോ റാമോസിന് കൊടുത്തിട്ടുണ്ടായിരുന്നു. സോ അങ്ങനെ ഒരു ഇഷ്യൂ കൂടെ അവിടെ ഉണ്ട്. അപ്പൊ ക്ലബിന്റെ എൻ്റെ വേജ് സ്ട്രക്ചറിന് പ്രോബ്ലമാറ്റിക് ആയി പോകാൻ വേണ്ടി ചാൻസ് ഉണ്ട്. ഇവിടെ പറഞ്ഞു കേൾക്കുന്ന ഒരു കാര്യം എന്താ വെച്ചാൽ, ചാബി അലോൺസോ ഒക്കെ ക്ലബ്ബ് കംപ്ലീറ്റ് ഫ്രീഡം കൊടുത്തു. അതായത് ഇതർ എംബാപ്പെ ഓർ വിനീഷ്യസിൽ ഒരാളെ വേണമെങ്കിൽ ബെഞ്ച് ചെയ്യണമെങ്കിൽ ബെഞ്ച് ചെയ്യാം എന്ന് പറഞ്ഞു എന്നാണ് പറയുന്നത്. നമുക്കറിയാം, ചാബി അലോൺസോയുടെ ഒരു സിസ്റ്റം എന്ന് പറയുന്നത്, അദ്ദേഹത്തിന്റെ സിസ്റ്റത്തിന്റെ ഫൗണ്ടേഷൻ എന്ന് പറയുന്നത് കളക്റ്റീവ് ഡിഫെൻസീവ് ഐഡന്റിറ്റിയാണ്. അതൊരു ആ ഒരു കളക്റ്റീവ് ടീം ഡിഫെൻസീവ് സ്ട്രക്ചർ ഉണ്ടായാൽ മാത്രമേ ചാബി അലോൺസോയുടെ സിസ്റ്റം പുള്ളിയാൻ വേണ്ടി പറ്റുള്ളൂ. മാത്രമല്ല, ഈ അലോൺസോയുടെ ഇന്റർവ്യൂസ് നിങ്ങൾ ക്ലോസ്ലി ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പുള്ളി ഇപ്പോഴും ആ ഒരു ടീം വർക്കിനെയാണ് എംഫസൈസ് ചെയ്യുന്നത്. ഇപ്പോൾ അർഡ ഗുലേറിന്റെ പെർഫോമൻസ് എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ട്രെൻഡിന് ഡിഫൻസീവ് ഇഷ്യൂസ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ, അവിടെയൊക്കെ ചാബി അലോൺസോ പറയുന്ന ഒരു കാര്യം, ടീമിന്റെ കളക്റ്റീവ് എഫേർട്ട് ഇമ്പ്രൂവ് ചെയ്യണം. അപ്പോൾ ഓട്ടോമാറ്റിക്കായി പ്ലേയേഴ്സ് ഇമ്പ്രൂവ് ആവും എന്നുള്ള രീതിയിലാണ്. അത്തരം ഒരു സിസ്റ്റത്തിൽ വിനീഷ്യസിന് ഇനി മുന്നോട്ട് പോകാൻ പറ്റുമോ എന്നുള്ളൊരു പ്രോബ്ലം ഉണ്ട്. ഈ വിനീഷ്യസിന്റെ കേസ് പറയുകയാണെങ്കിൽ, വിനീഷ്യസ് നമുക്കറിയാം ഒരു ഭയങ്കര ബോൾ ഡോമിനന്റ് ആയിട്ടുള്ള ഒരു പ്ലെയറാണ്. അതായത് വിനീഷ്യസിന്റെ അടുത്ത് ബോള് വന്നുകൊണ്ടേയിരിക്കണം. അതായത് മൊത്തം ഒരു ഗെയിം പ്ലേ വിനീഷ്യസിലൂടെ പോവുകയാണെങ്കിൽ വിനീഷ്യസ് എന്ത് ചെയ്താൽ ഇവഞ്ച്വലി തന്റെ റൈറ്റ് ബാക്കിനെ ബ്രേക്ക് ഡൗൺ ചെയ്തുകൊണ്ട് ഓപ്പർച്യൂണിറ്റീസ് ക്രിയേറ്റ് ചെയ്യും. അതായത് ആ ഒരു കോൺസ്റ്റന്റ് ആയി പെർസീവറൻസ് കൊണ്ട് ഒരുപാട് അറ്റംപ്റ്റുകൾ നടത്തിയിട്ട് ഒപ്പോണന്റ് റൈറ്റ് ബാക്കിനെ ഡിസ്ട്രോയ് ചെയ്യുക എന്നുള്ളതാണ് ബേസിക്കലി വിനീഷ്യസിന്റെ ഒരു മോഡ് ഓഫ് പ്ലേ എന്ന് പറയുന്നത്. പക്ഷെ ഈ എംബാപ്പെ വന്ന സമയത്ത് വിനീഷ്യസിന് ബോൾ കിട്ടുന്നത് വളരെ കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ ഒരു കുറഞ്ഞ ടച്ചസിൽ
അത്രയും ഒരു ഔട്ട്പുട്ട് തരാൻ വേണ്ടി വിനീഷ്യസിന് പറ്റുന്നില്ല. വിനീഷ്യസിന്റെ ഫോം വളരെ വലിയ രീതിയിൽ ഡിപ്പായിട്ടാണ്. ഇനി മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വിനീഷ്യസ് പണ്ടൊക്കെ നല്ല രീതിയിൽ പ്രസ് ചെയ്തിരുന്ന ഒരു പ്ലെയർ ആയിരുന്നു. പക്ഷെ പിന്നീട് ആഞ്ചലോട്ടി തന്റെ ടാക്ടിക്സ് ചെറുതായിട്ട് മാറ്റി വിനീഷ്യസിനോട് അപ് ടോപ്പ് നിൽക്കാൻ വേണ്ടി പറഞ്ഞു. കാരണം കൗണ്ടർ അറ്റാക്കിംഗ് ഓപ്പർച്യൂണിറ്റീസ് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. സോ അതുകൊണ്ട് തന്നെ വിനീഷ്യസിന്റെ പ്രസ്സിങ് വളരെ വലിയ രീതിയിൽ കുറഞ്ഞു. അദ്ദേഹത്തിന്റെ ഭാഗത്ത് യാതൊരു രീതിയിലുള്ള ഒരു എഫേർട്ടും നമുക്ക് ഇപ്പൊ കാണാൻ വേണ്ടി പറ്റുന്നില്ല. ഈ കഴിഞ്ഞ UCL സ്റ്റാറ്റിസ്റ്റിക്സ് എടുത്ത് നോക്കുകയാണെങ്കിൽ, അതുപോലെ ഇപ്പൊ ഈ ക്ലബ് വേൾഡ് കപ്പിൽ നമുക്ക് PSG-ക്കെതിരെയുള്ള ഗെയിമിലേക്ക് സ്റ്റാറ്റിസ്റ്റിക്സ് എടുത്ത് നോക്കുകയാണെങ്കിൽ ഏറ്റവും കുറച്ച് ഓടിയ പ്ലേയേഴ്സ് വിനീഷ്യസും എംബാപ്പയുമാണ്. ഇപ്പൊ ഇങ്ങനെ രണ്ട് പ്ലേയേഴ്സിനെ ക്യാരി ചെയ്ത് പോകാൻ ഒരു ടീമിനും പറ്റുകയില്ല. മാത്രമല്ല വിനീഷ്യസിന്റെ സ്റ്റാറ്റിസ്റ്റിക്സ് കണ്ടപ്പോ എന്നെ ഭയങ്കരമായിട്ട് ഷോക്ക് ചെയ്ത സംഭവം തന്നെ റാഫേലിയാവുടെ ഒക്കെ ആ ഒരു ലെവലിലാണ് ഇപ്പൊ വിനീഷ്യസ് നിൽക്കുന്നത്. ഓഫ് ദ ബോൾ വർക്ക് ലോഡിന്റെ കാര്യം റാഫേലിയോ നമുക്കറിയാം, അദ്ദേഹം നല്ലൊരു പ്ലെയർ ആണ്, ഒരു എക്സലന്റ് വിങ്ങർ ആണ്. പക്ഷെ ഒരു ടീം പ്ലെയർ ആണെന്ന് ഒരിക്കലും നമുക്ക് ലിയാവോനെ പറ്റി പറയാൻ വേണ്ടി പറ്റില്ല. സോ ആ ഒരു ലെവലിലേക്ക് വിനീഷ്യസ് പോവാന്നുള്ളത് വളരെ കൺസേണിങ് ആയിട്ടുള്ള ഒരു കാര്യം. ഇവിടെ ചില ഫുട്ബോൾ എക്സ്പേർട്സ് സജസ്റ്റ് ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ റോഡ്രിഗോനെ നിർത്തിയിട്ട് വിനീഷ്യസിന്റെ കോൺട്രാക്ട് സിറ്റുവേഷൻ സോർട്ട് ഔട്ട് ചെയ്യാൻ നെക്സ്റ്റ് സമ്മറിൽ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ വിനീഷ്യസിനെ സെല് ചെയ്യുക എന്നുള്ള രീതിയിൽ. അതായത് റോഡ്രിഗോ നമുക്കറിയാം ഓഫ് ദ ബോൾ ഭയങ്കരമായിട്ട് വർക്ക് ലോഡ് എടുക്കുന്ന ഒരു പ്ലെയർ ആണ്. പ്രത്യേകിച്ച് അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന് ബോളൊക്കെ ലൂസ് ചെയ്തതിന് അദ്ദേഹം ഒരുപാട് എഫേർട്ട് എടുത്തിട്ട് ബോൾ റിക്കവർ ചെയ്യുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. മാത്രമല്ല ഇപ്പോ റോഡ്രിഗോ ഒരു അർഡന്റ് ആയിട്ടുള്ള റയൽ മാഡ്രിഡ് ഫാനാണ്. അദ്ദേഹം ഈവൻ ഒരു ബെഞ്ച് റോളിൽ പോലും റയൽ മാഡ്രിഡിൽ സ്റ്റേ ചെയ്യാൻ വേണ്ടി പറ്റിയാണ്. അത്രയും ക്ലബിനോട് കമ്മിറ്റ്മെന്റ് ഉള്ള ഒരു പ്ലെയർ ആണ്. സോ റോഡ്രിഗോ സ്റ്റേ ചെയ്ത് കാണണമെന്ന് എനിക്കും വലിയ ആഗ്രഹമുണ്ട്. പക്ഷെ ഞാൻ സത്യം പറഞ്ഞാൽ എന്റെ ഏറ്റവും ഫേവറേറ്റ് ഈ ടീമിലെ പ്ലെയർ ഫെഡയാണെന്നാണ് ഞാൻ ഇത്രയും പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷെ വിനിയാണെന്ന് ഞാൻ ഈ അടുത്തായിട്ട് റെക്കഗ്നൈസ് ചെയ്തത്. കാരണം എന്ന് പറഞ്ഞാൽ വിനീഷ്യസ് പോകുന്നുള്ള ന്യൂസ് കണ്ടപ്പോൾ ഒരു ദിവസം എന്റെ ഉറക്കം തന്നെ നഷ്ടപ്പെട്ടു പോയി. പിന്നെ ഞാൻ ഇപ്പൊ ഒരുപാട് ആളുകളോട് ഞാൻ എന്താ പറയാ ആർഗ്യുമെന്റേറ്റീവ് ആയിട്ടുണ്ട് വിനീഷ്യസിന്റെ കേസിൽ. എന്റെ കസിൻസ് ഒക്കെ ആരെങ്കിലും വിനീഷ്യസിനെ കുറ്റം പറഞ്ഞു ഞാൻ എപ്പോഴും വിനീഷ്യസിനെ ഡിഫെൻഡ് ചെയ്യാൻ വേണ്ടി നോക്കാറുണ്ട്. ഇവിടെ ആ വിനീഷ്യസിന് ബാലൻഡിയോർ സ്നബ് ഉണ്ടായ ആ ഒരു വീഡിയോ നമ്മളൊരു വീഡിയോ ചെയ്തത് ആ സമയത്ത് ഡിസ്കഷൻ ചെയ്തത്. ആ ഡിസ്കഷനിലൊക്കെ ഞാൻ നിങ്ങൾക്ക് എന്റെ വോയിസ് ഒക്കെ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ഭയങ്കര ഇമോഷണൽ ആയിട്ടാണ് സംസാരിച്ചുകൊണ്ടിരുന്നത്. സത്യം പറഞ്ഞാൽ ഇപ്പോഴാണ് ഞാൻ റെക്കഗ്നൈസ് ചെയ്യുന്നത് ഞാൻ ഈ ടീമിലെ ഏറ്റവും ഇഷ്ടപ്പെട്ടിരുന്ന പ്ലെയർ വിനീഷ്യസ് ആയിരുന്നു എന്നുള്ളത്. എനിവേ ഇതൊരു ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആണ്. ഈ സിറ്റുവേഷനിൽ എന്ത് ചെയ്യണമെന്ന് വിൻസെന്റ് ഡെൽ ബോസ്കെ ഒരു അഡ്വൈസ് കൊടുത്തു. അത് വിൻസെന്റ് ഡെൽ ബോസ്കെ എന്ന് പറഞ്ഞാൽ 2010 വേൾഡ് കപ്പ് നേടിയ സ്പാനിഷ് ടീമിന്റെ കോച്ചായിരുന്നു. റയൽ മാഡ്രിഡിന്റെ ഒരു ലെജൻഡറി പ്ലെയർ ആണ്, ലെജൻഡറി കോച്ചാണ്. അദ്ദേഹം പറഞ്ഞത് എന്താന്ന് പറഞ്ഞാല് ഒരു കോച്ചിന്റെ ജോലി എന്ന് പറഞ്ഞാൽ ഒരു പ്ലെയറിനെ അവന്റെ എല്ലാ ഫ്ലോസും വെച്ചിട്ട് അതൊരു പ്ലെയറിന്റെ ഭാഗത്ത് നിന്ന് ചില കഴിവില്ലായ്മകൾ ഉണ്ടാവും, അതും കൂടെ കണക്കിലെടുത്തുകൊണ്ട് അവരെ പൂർണ്ണമായി ആക്സെപ്റ്റ് ചെയ്യാന്നുള്ളതാണ്. അദ്ദേഹം പറഞ്ഞത് എംബാപ്പയും വിനീഷ്യസും പോലുള്ള പ്ലെയേഴ്സിന് ഡിഫൻസീവ് ഇഷ്യൂസ് ഉണ്ട്, അതും കൂടെ കോച്ച് മനസ്സിലാക്കിയിട്ട് അവരെ ഉൾക്കൊള്ളിക്കുന്ന ഒരു സിസ്റ്റം ഉണ്ടാക്കിയേ പറ്റുള്ളൂ എന്നുള്ള രീതിയിലാണ് അദ്ദേഹം പറഞ്ഞത്. അത് ഡെൽബോസ്ക് പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ വിനീഷ്യസിനെയും എംബാപ്പയും നിങ്ങൾ ഓവറായിട്ട് ഡിഫൻസീവ് വർക്കിലോട് എടുക്കാൻ വേണ്ടി ഫോഴ്സ് ചെയ്ത് കഴിഞ്ഞാൽ ഇൻ ഫ്രണ്ട് ഓഫ് ദ ഗോൾ അവരുടെ എബിലിറ്റി ഒരു പക്ഷേ കുറയാൻ ചാൻസ് ഉണ്ട്, അവരുടെ ഗോൾ ഔട്ട്പുട്ടിനെ അത് എഫക്ട് ചെയ്യാൻ ചാൻസ് ഉണ്ട്. അപ്പോ ചാബി അലോൺസോ അത് ഫിഗർ ഔട്ട് ചെയ്തേ പറ്റുള്ളൂ, അതാണ് ഒരു കോച്ചിന്റെ ജോലി എന്നുള്ള രീതിയിലാണ് ഡെൽബോസ്ക് പറഞ്ഞത്. ഇനി വിനീഷ്യസ് എറ്റേണലൈസ് ചെയ്യപ്പെട്ടിരിക്കുകയാണ്. ന്യൂയോർക്കിലെ മാഡം ടുസാഡ്സ് ആ ഒരു മ്യൂസിയത്തിൽ വിനീഷ്യസിന്റെ ഒരു വാക്സ് പ്രതിമ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോ പെലെയും മെസ്സിയൊക്കെ പോലെ ഇമോർട്ടലൈസ് ചെയ്യപ്പെട്ടിരിക്കുകയാണ് നമ്മുടെ പ്രിയപ്പെട്ട വിനീഷ്യസ് ജൂനിയർ. സോ ഞാൻ ഇത്രയേറെ വിനീഷ്യസിനെ ഞാൻ ഇഷ്ടപ്പെട്ടിരുന്നു എന്ന് ഞാൻ ഇപ്പോഴായിട്ട് റെക്കഗ്നൈസ് ചെയ്യുന്നത് സത്യം പറഞ്ഞില്ല. അപ്പോ നമ്മുടെ പ്രിയപ്പെട്ട വിനി ജൂനിയർ ക്ലബിൽ തന്നെ നിൽക്കട്ടെ, ഈ ഒരു സിറ്റുവേഷൻ ഫിഗർ ഔട്ട് ചെയ്യാൻ അലോൺസോക്ക് സാധിക്കട്ടെ എന്ന് ഞാൻ വളരെ ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു. പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും ക്ലബ് ഈസ് അബൌ എനി പ്ലെയർ. ഇപ്പോ ഈ ഒരു കോൺട്രാക്ട് സിറ്റുവേഷൻ സോർട്ട് ഔട്ട് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ തീർച്ചയായും ഫ്രീ ഏജന്റ് ആയിട്ട് വിനി ലീവ് ചെയ്യുന്ന ഒരു അവസരം ഒഴിവാക്കണം, വിനീഷ്യസിനെ സെല് ചെയ്യണം എന്നുള്ളത് തന്നെയാണ് എന്റെ ഒപ്പീനിയൻ. ആ ഒരു സിറ്റുവേഷനിലേക്ക് കാര്യങ്ങൾ പോവാണെന്നുണ്ടെങ്കിൽ